the Hosanna is very clear. Deliver us. ഞങ്ങളെ വിടുവിക്കൂ, ഞങ്ങളെ സേവ് us, ഞങ്ങളെ രക്ഷിക്കൂ. ഇന്ന് ഈ സെറ്റിംഗ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ യാത്രയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അന്ന് സാധാരണ നടക്കുന്ന ഒരു രാജാവ് പ്രവേശിക്കുന്ന പ്രവേശനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാത്രയാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലങ്ങളിൽ അങ്ങെല്ലാം ഗലീലയിലും പാലസ്തീനിലും സഞ്ചരിച്ചു. He journeyed and preached through the Galilean whole the region. The final we can see he entered in the Jerusalem city in a special manner, in a special way. He selected colt. അതിൻ ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു പെൺകഴുതയെയും കുട്ടിയെയും. ലൂക്കോസിൻ്റെ സുവിശേഷം കഴുതയെ കാണുന്നു. എന്തായാലും കഴുതയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? സാധാരണ രാജാക്കന്മാർ പ്രവേശിക്കുമ്പോൾ, ഒരു യാത്രയ്ക്ക് തുടങ്ങുമ്പോൾ അവരെല്ലാം കുതിരയുടെ പുറത്താണ് യാത്ര ചെയ്യുക. ഈ സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. 4-ാം അധ്യായം, സിയോൻ പുത്രിയോട് ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്ത് വരുന്നു. കഴുതയുടെ പുറത്ത് രാജാവ് സാധാരണ വരുമ്പോൾ സമാധാനത്തിനായിട്ടുള്ള എഴുന്നള്ളത്താണ്. യെരുശലേമിലെ യഹൂദന്മാരൊരിക്കലും പഠിച്ചിട്ടില്ല ഈ കഴുതയുടെ പുറത്തുള്ള പോക്ക്. ഈ സക്കറിയ പ്രവാചകൻ്റെ ഈ 9-ാം അധ്യായത്തിൻ്റെ ഈ കോട്ടിങ് അങ്ങനെ സാധാരണ യഹൂദന്മാർ ഉപയോഗിക്കുന്നതല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ